നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 330ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കഥകളി നടനും നാടക നടനും ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയൊക്കെ ചെയ്ത ശ്രീ നീലമന ബിജു നമ്പൂതിരിയെക്കുറിച്ചിട്ടാണ്. വളരെ വർഷങ്ങളായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹവുമായി 1-2 തവണ നേരിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഇതിന് ഒരു മകുട ഉദാഹരണമാണ് ശ്രീ ബിജു നമ്പൂതിരി. അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു തികഞ്ഞ കലാകാരൻ, കലയോട് അമിതമായ ആവേശവും കലയിൽ ലയിച്ചു ചേരാനുള്ള മോഹവും, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിന് മികച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിരവധി നാടകങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിരിക്കുന്നു. ചില ഹ്രസ്വ ചിത്രങ്ങളിലും ചില സിനിമകളിലുമൊക്കെ അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു വലിയ നടനായി തീരാൻ ഏത് വിധേനയും യോഗ്യനായ ഒരു വലിയ കലാകാരൻ. ഞാൻ അദ്ദേഹത്തെ തിരുമേനി എന്നാണ് വിളിക്കാറ്. ഞാൻ ചിത്രങ്ങളൊന്നും 3-4 ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചിത്രത്തിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അത്രമാത്രം തികഞ്ഞ വ്യക്തിത്വമുള്ള, തികഞ്ഞ ബോധമുള്ള നാടക നടനും കഥകളി നടനുമൊക്കെയായ ഒരു വലിയ കലാകാരൻ. അദ്ദേഹം ഇപ്പോൾ 1-2 ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ആകെ ഒരു തവണ മാത്രമേ നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ്, അദ്ദേഹം അഭിനയിച്ച നാടകങ്ങളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ പ്രതിഭ, ഒരു നടൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ശബ്ദവിന്യാസം, എങ്ങനെയാണ് ഓഡിയൻസിന് മുന്നിൽ തൻ്റെ അഭിനയ മികവ് പ്രകടിപ്പിക്കേണ്ടത് എന്നെല്ലാം വ്യക്തമായ ധാരണയുള്ള ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിന് ഇനിയും സിനിമാ ലോകം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് നിരവധി അവസരങ്ങൾ